ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിരൂപതാ ദിനം എന്തിനു വേണ്ടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളാരും ഒറ്റയ്ക്കല്ല, അനാഥരല്ല, നമ്മളൊരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മുടെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുവാനും ആ അനുഭവത്തിലേക്ക് വളരാൻ വേണ്ടിയുള്ളതാണ് അതിരൂപതാ ദിനം. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, അതുപോലെ സഭ നേരിടുന്ന വെല്ലുവിളികൾ, ഞങ്ങൾക്കാരുമില്ല, ഞങ്ങളെ കേൾക്കാൻ ആളില്ല, സഹായിക്കാൻ ആരില്ല, ഞങ്ങൾ തനിച്ചാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരങ്ങളും അതുപോലെയുള്ള അനുഭവങ്ങളും കയറി വരുമ്പോഴാണ് മനുഷ്യർ നിരാശരാകുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശയുടെ സന്ദേശം നൽകിയിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ട് ഒറ്റയ്ക്കിരിക്കേണ്ടവരല്ല, ഒറ്റ തിരിഞ്ഞ് നടക്കേണ്ടവരല്ല. നമ്മൾ വലിയൊരു സമൂഹത്തിൻ്റെ, സഭയുടെ ഭാഗമാണ്. ഈ അനുഭവത്തിൽ വളരുമ്പോൾ നമുക്ക് വലിയ പ്രത്യാശ ഉണ്ടാകും. നമ്മുടെ അതിരൂപതയിൽ 80,000 കുടുംബങ്ങളാണുള്ളത്. 5 ലക്ഷത്തോളം ആളുകൾ നമുക്ക് അതിരൂപതയ്ക്കുണ്ട്. 240-ലധികം ഇടവകകളുണ്ട്. പക്ഷെ നമ്മളൊരു കുടുംബമായി ഒരുമിച്ച് മുന്നേറുന്ന ഒരു അനുഭവമാണ് അതിരൂപതാ ദിനം നമുക്ക് നൽകുന്നത്. അഭിവന്യ മെത്രാപ്പൊലീത്തയോട് ചേർന്ന്, 500-ലധികം വരുന്ന വൈദികരോട് ചേർന്ന്, അതുപോലെ തന്നെ നമ്മുടെ സന്യസ്ത സഭാ സമൂഹങ്ങളോട് ചേർന്ന് നമ്മൾ ഒരു സമൂഹമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ വേദനിക്കുന്നവർ കാണും, രോഗികൾ കാണും, ഒറ്റയ്ക്കിരിക്കുന്നവർ കാണും, സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്തയിൽ വേദനിക്കുന്നവർ കാണും. ഇവരെല്ലാം ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ അതിരൂപതാ ദിനം നൽകുന്ന വലിയൊരു സന്ദേശം. അതുകൊണ്ട് അതിരൂപതയെ നമ്മളൊരു കുടുംബം എന്നുള്ള ഈ വലിയൊരു അനുഭവത്തിലേക്ക് വളരുവാൻ ഈ അതിരൂപതാ ദിനം, ഇതിൻ്റെ ആഘോഷ പരിപാടികൾ സഹായിക്കട്ടെ. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സമൂഹമാണ്. പ്രസംഗിക്കുക മാത്രമല്ല, സുവിശേഷം ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നു. നമ്മൾ ആരാധിക്കുന്ന ഒരു സമൂഹമാണ്, നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമാണ്. ഇതാണ് സഭയുടെ ദൗത്യം, ഇടവകയുടെ ദൗത്യം, കുടുംബങ്ങളുടെ ദൗത്യം. ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ നമുക്കിടയാവണം. അതിനെല്ലാവരെയും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.